മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്ന് പാഠം പഠിക്കേണ്ടതാണ്. കാരണം സ്വയം തെറ്റ് സംഭവിച്ചതിനു ശേഷം പാഠം പഠിക്കുവാൻ തീരുമാനിച്ചാൽ ജീവിതം ഒരുപാട് വ്യർത്ഥമാകുന്നതാണ്. പരസ്പരം കേൾക്കാനുള്ള ക്ഷമയും സമയവും ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും മനോഹരമാകുന്നത്. ഭക്തരെ, നല്ല ചിന്തകൾ എന്നാൽ അത് പ്രവർത്തിക്കാനുള്ള നല്ലൊരു മനസ്സും ദൃഢനിശ്ചയവും കൂടിച്ചേരുമ്പോഴാണ് നല്ല ചിന്തകൾ എന്ന വാക്കിന് അർത്ഥമുണ്ടാകുന്നത്. ആരെയും തരം താഴ്ത്തി കാണരുത്. ചിലപ്പോൾ നിങ്ങളുടെ ചിന്തകൾക്കും കാഴ്ചപ്പാടുകൾക്കും അപ്പുറമായിരിക്കും ആ ഒരു വ്യക്തിയുടെ മൂല്യം. പിന്തിരിഞ്ഞു നോക്കാതെ യാത്ര പറഞ്ഞു പോയവർ വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്നുവെങ്കിൽ നിങ്ങളാണ് ശരിയെന്ന് കാലം അവരെ പഠിപ്പിച്ചിട്ടുണ്ടാകും. ഭക്തരെ, മനുഷ്യ ജീവിതത്തിൽ ചിരിച്ചാൽ മാറുന്ന ദേഷ്യങ്ങളുണ്ടാകും, ക്ഷമിച്ചാൽ തീരുന്ന തർക്കങ്ങളുണ്ടാകാം, തൊട്ടാൽ അലിയുന്ന പിണക്കങ്ങളുണ്ടാകാം, ഒരു വാക്കുകൊണ്ട് തീർക്കാവുന്ന സങ്കടങ്ങളും ഉണ്ടാകാം. പക്ഷേ ആരും ഒന്നിനും തയ്യാറല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഭക്തരെ, നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരെ ഒരിക്കലും ദുരുപയോഗം ചെയ്യരുത്. നിങ്ങളെ ആവശ്യമുള്ളവരോട് ഒരിക്കലും തിരക്കിലാണ് എന്ന് പറയരുത്. നിങ്ങളെ എപ്പോഴും വിശ്വസിക്കുന്നവരെ ചതിക്കരുത്. നിങ്ങളെ എപ്പോഴും ഓർക്കുന്നവരെ മറക്കരുത്. അവരില്ലാതെ നിങ്ങളുടെ ജീവിതം മികച്ചതാണെന്ന് അവരോട് കാണിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രതികാരം. ഭയം സ്വാഭാവികമാണ്. എന്നാൽ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളുടെ കാഴ്ചയെ മറയ്ക്കാൻ ആ ഭയത്തെ അനുവദിക്കരുത്. ഓരോ ചെറിയ അവസരത്തിനായും തിരയുക. പരാജിതൻ എല്ലാ കാര്യത്തിലും ബുദ്ധിമുട്ട് കണ്ടെത്തുന്നു. എന്നാൽ ഒരു വിജയി എല്ലാ പ്രതികൂല സാഹചര്യത്തിലും അവസരം കണ്ടെത്തുന്നു. എപ്പോഴും നല്ല ചിന്തയോടെ ദിവസം അവസാനിപ്പിക്കുക. കാര്യങ്ങൾ എത്ര കഠിനമായിരുന്നാലും അത് മികച്ചതാക്കാനുള്ള പുതിയ അവസരമാണ് നാളെ. എല്ലാ ഭക്തരും സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാവരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.